ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രജനി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കടത്തിനെ കുറിച്ചിട്ടാണ്. അല്ലെങ്കിൽ കടമുണ്ടെങ്കിൽ നമ്മൾ കടം എത്രയും വേഗം വീട്ടാൻ നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ കടമുള്ള ഒരാൾ അല്ലെങ്കിൽ എത്രയും വേഗം കടം തീർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ എപ്പോഴും അയാളുടെ ചിന്തയിലും വർത്തമാനത്തിലുമൊക്കെ കടം കടം എന്നുള്ള വാക്കും ചിന്തയും വന്നുകൊണ്ടേയിരിക്കും. അത് സ്വാഭാവികമാണ്. നമ്മളിപ്പം ഒരു അത്യാവശ്യത്തിന് വേണ്ടി കടം മേടിച്ച് ആ ആവശ്യം വീടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് വീട്ടുന്നതിനെക്കുറിച്ചുള്ള ടെൻഷനായിരിക്കും. അത് നമ്മുടെ ചിന്തകളിൽ പലപ്പോഴും വരികയും ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ പറയും, എനിക്ക് ഒരു 5 ലക്ഷം രൂപയുടെ കടമുണ്ട്, അതൊന്നും എങ്ങനെയെങ്കിലും ഒന്ന് തീർത്തിട്ട് വേണം സമാധാനമായിട്ടിരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെയെന്നുള്ള രീതിയിൽ നമുക്ക് എത്രയാണോ കടം അത് നമ്മൾ പറയുകയും ചെയ്യും. അത് മാത്രമല്ല, നമ്മൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഇപ്പോൾ 5 ലക്ഷം രൂപയാണ് എനിക്ക് കടമെന്ന് വെച്ചോ, അപ്പോൾ ആ 5 ലക്ഷം രൂപ ഉണ്ടാക്കാനും അത് ശേഖരിക്കാനും വേണ്ടി ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കുകയും എങ്ങനെയെങ്കിലും അത് സ്വരുക്കൂട്ടി കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത കടത്തിലേക്ക് വീഴുകയും നമ്മുടെ ചിലവുകൾ പഴയതിനേക്കാൾ കൂടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും 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 കടം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വർത്തമാനത്തിലും വാക്കുകളിലും ഒക്കെ ഇത് വരാതിരിക്കണം. എന്നാലാണ് നമുക്ക് എത്രയും വേഗം കടം വീട്ടാൻ പറ്റുന്നത്. കാരണം ഇത് നമ്മുടെ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും കടം എന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട്. അപ്പം നിങ്ങൾ ഓർക്കും, കടം മേടിച്ചതിന് ശേഷം കടം കൊടുക്കണമെന്ന് ചിന്തിക്കുന്നതിലും അത് കൊടുക്കാനുണ്ടെന്ന് പറയുന്നതിലും എന്താണ് തെറ്റെന്ന്. ഒരിക്കലും അത് തെറ്റെന്നല്ല, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക തന്നെ വേണം. പക്ഷേ കടം വീട്ടണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതായത് നമുക്ക് കടം കൊടുക്കാനുണ്ടെങ്കിലും നമ്മുടെ ചിലവ് ചുരുക്കാനുണ്ടെങ്കിലും ഒക്കെ നമ്മൾ എന്താ ചിന്തിക്കുന്നത്, ഇനി ഒരു ചിലവും വരരുതേ, എങ്ങനെയെങ്കിലും എല്ലാം കറണ്ട് ചാർജും അതും ഇതുമൊക്കെ അടച്ചു കഴിഞ്ഞ് ഇനി ഒരു ചിലവും വരരുതേ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ചിലവ് നമ്മളെ തേടി വരികയും പിന്നെ നമ്മളോർക്കും, അക്കൗണ്ടിൽ നിന്ന് അത്രയും പൈസയും കൂടെ കുറഞ്ഞ, ശരി ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയൊന്നും കൊടുക്കണ്ട എന്നോർക്കുമ്പോൾ വീണ്ടും കുറയുകയും ചെയ്യും. അപ്പോൾ അതെന്തുകൊണ്ടാണ്? നമ്മളിങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ്. ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും നമ്മളുടെ ചിലവാക്കാനുള്ള ചിലവുകളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ വേദനിച്ച് പൈസ എടുത്ത് കൊടുക്കുമ്പോൾ നമുക്കത് പ്രയോജനം ചെയ്യത്തില്ല. നമ്മളിലേക്ക് പൈസ വരുന്നത് തടയപ്പെടുകയും ചെയ്യും. പിന്നെ കടം വീട്ടണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് നമ്മൾ കടം എന്നുള്ള വാക്ക് നമ്മൾ മൊത്തമായിട്ട് അങ്ങ് മാറ്റിക്കളയണം. കടം വീട്ടണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? പൈസയാണ് വേണ്ടത്. അപ്പം നമ്മൾ എന്താണ് വിചാരിക്കേണ്ടത്? ഇപ്പോൾ 5 ലക്ഷം രൂപയാണ് വീട്ടാനുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പറയേണ്ടത്? എനിക്ക് 5 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. ഇപ്പം നമ്മൾ ഏതെങ്കിലും സുഹൃത്തുക്കളോടോ കാണുന്നവരോടെല്ലാം നമുക്ക് കടമുണ്ട്, അത് തീർക്കാനുണ്ടെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം കടം എന്ന വാക്കിന് നമ്മൾ എനർജി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരാളോട് പറയും, അയാൾ 10 ആളോട് പറയും, എനിക്ക് 5 ലക്ഷം രൂപയുടെ കടമുണ്ട് എന്ന് പറയുമ്പോൾ അത്രയും കൂടെ ആ കടം എന്നുള്ളതിന് പവർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ അതിന് പവർ കൊടുക്കാതിരിക്കുക. അതിന് പകരം കടം എന്നുള്ള വാക്കിന് പകരം എനിക്ക് 5 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, എനിക്ക് 5 ലക്ഷം രൂപ ഉണ്ടാക്കാൻ എനിക്ക് എന്തൊക്കെ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ എനിക്ക് പൈസ ഉണ്ടാക്കാം, എത്ര പൈസ അവിടെ നിന്ന് ഉണ്ടാക്കാം, എത്ര പൈസ ഇവിടെ നിന്ന് ഉണ്ടാക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വിറ്റിട്ടാണെങ്കിലും നമ്മൾ കടം തീർക്കുവാണെന്ന് വെച്ചാൽ അതെങ്ങനെ ചെയ്യാം എന്ന് നമ്മൾ പൈസ ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം എന്ന് വിചാരിക്കണം. കടം എപ്പോഴും എളുപ്പം തീർക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം അതിരിക്കും തോറും നമുക്ക് നമ്മളിലേക്കുള്ള പണത്തിൻ്റെ ഒഴുക്ക് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെയെങ്കിലും നമ്മൾ എന്തെങ്കിലും വിറ്റിട്ടാണെങ്കിലും പെട്ടെന്ന് തീർക്കുക. പൈസ വേണം എന്ന് പറയുക. മണി എന്ന് നമ്മൾ എപ്പോഴും പറയുക. എനിക്ക് പൈസ ഉണ്ടാക്കാനുണ്ട്, എനിക്ക് പൈസ ആവശ്യകതയുണ്ട്, എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അങ്ങനെ പൈസ മണി അത് മണി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുക. ചിലവുകളെ ഭയപ്പെടാതിരിക്കുക. കൊടുക്കുന്ന എല്ലാം സന്തോഷത്തോടെ കൊടുക്കുക. പൈസ പോയാൽ നാളെ അതിൻ്റെ ഇരട്ടിയായിട്ട് എന്നിലേക്ക് തിരിച്ചു വരും എന്ന് വിശ്വസിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്ര പൈസ എനിക്ക് ഉണ്ടാകും എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ചിലവുകളാണെങ്കിലും അതുപോലെ കൂടുതൽ പൈസ ഉള്ളവർക്ക് വീണ്ടും വീണ്ടും പൈസ വന്നുകൊണ്ടിരിക്കുകയും പൈസ ഇല്ലാത്തവർക്ക് വീണ്ടും വീണ്ടും ചിലവുകളും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വീണ്ടും അവരവരുടെ ദുരിതത്തെയും ഇല്ലായ്മയും പറ്റി വീണ്ടും പറയുമ്പോഴാണ് അവരിലേക്ക് ദുരിതങ്ങളും ഇല്ലായ്മയും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കടം എന്നുള്ള വാക്ക് കംപ്ലീറ്റ് ഡിലീറ്റ് ആക്കിയിട്ട് അതിന് പകരം പൈസ എന്ന് പറയുകയും പൈസ ഉണ്ടാകുന്നതിനെ പറ്റി ചിന്തിക്കുകയും പൈസ ഉണ്ടാക്കുന്നതിനെ പറ്റി ചിന്തിക്കുകയും പറയുകയും ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പം നിങ്ങളിലേക്ക് പണം നിങ്ങളറിയാതെ തന്നെ ഒഴുകി വരും. ഇനി ഈ കടം തീർത്തതിന് ശേഷമാണെങ്കിലും മണി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളിലേക്ക് പൈസ ഒരുപാട് ഒഴുകി വരികയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും സാമ്പത്തികമായി മെച്ചമുണ്ടാകട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ബൈ.